അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പവർ അല്ലെ. പവർ എന്താ? പവർ ഞാൻ ഇപ്പൊ ഡെഫിനിഷൻ പറഞ്ഞില്ല. പവർ എന്താ? ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് എന്നുള്ളതാണ് ഇപ്പൊ അല്ലെ. അപ്പൊ പി നോക്ക്, പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി അല്ലെ. പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വർക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ. രണ്ട് പേര് ഒരാൾ കൂടുതൽ വർക്ക് ചെയ്താൽ അയാൾക്ക് പവർ കൂടുതലാണ്. ഇനി നോക്കോ, രണ്ട് പേര് ഒരേ വർക്ക് ചെയ്യുന്നു പക്ഷെ സമയം കുറവാണെങ്കിൽ അയാൾക്ക് പവർ കൂടുതലാണ്. അപ്പൊ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പൊ പിന്റെ ഇക്വേഷൻ ടി പി ഈസ് ഈക്വൽ ഡബ്ല്യു ബൈ ടി. അപ്പൊ പവർ ഇസ് ദ അല്ലെ ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക്. പവർ ഇസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സെക്കൻഡ് എന്നുള്ളത് ഒരു കടയില് 1 കിലോഗ്രാം അരിയുടെ വില അവിടെ കാണിക്കൂലേ. അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയിലാണെങ്കിൽ ഒരു എന്തിന്റെ കാണിക്കുക, പൊന്നിന്റെ 1 കിലോന്റെ വില കാണിക്കുക. ഇത് കാണിക്കുക ഒരു ഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു പവന്റെ അല്ലെ. അപ്പൊ അതേപോലെ ഡബ്ല്യു ബൈ ടി, ടിയുടെ വാല്യൂ എന്താക്കണം, ടൈം 1 സെക്കൻഡ് ആക്കണം. 1 സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് അല്ലെ. അപ്പൊ 1 സെക്കൻഡിൽ ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ പൊന്നിന്റെ എന്താ പറയാ, 1 ഗ്രാമിനുള്ള വില എന്നുള്ളതിന് മലയാളത്തിൽ എന്താ പറയാ ശരിക്കും അവിടെ? പൊന്നിന്റെ എന്താ പറയാ? പൊന്നിന്റെ അവിടെ എഴുതി കാണിക്കൂലേ കടയിൽ, ജ്വല്ലറിയില് എഴുതി കാണിക്കൂലേ. എന്താ പറയാ? തൂക്കാണെന്നാണോ? തൂക്കെന്നാണോ പറയാ? ഒരു ജ്വല്ലറിയിൽ അല്ലെങ്കിൽ എനിക്ക് സാധാരണ അരിക്കടയിലാണെങ്കിൽ അവിടെ ഒരു ബോർഡിൽ അതിന്റെ വില എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടുണ്ടാവൂലേ? നിങ്ങൾ കടയിലൊന്നും പോകാറില്ല? അപ്പൊ അതിനെന്താ പറയാ? ഗ്രാമീണ. അതിന് സാധാ ജനറലായിട്ട് പറയുന്നുണ്ടോ? ഒരു സാധനം നിങ്ങൾ ഒരു കടയിൽ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരാൾ എന്താ ചോദിക്കുക? കിലോ എത്ര? അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വീടുണ്ടല്ലോ, അപ്പൊ ഒരു പാത്രം വാങ്ങിക്കുന്നത് അങ്ങനെയാണെങ്കിലോ അതിനെന്താ പറയാ? അപ്പൊ നിങ്ങൾക്ക് തൂക്കെന്നാണോ പറയാ? തൂക്കാണോ? പൈസ ഒരു സാധനങ്ങൾ പാത്രം തൂക്കിയിട്ട് വാങ്ങാത്ത പാത്രമാണെങ്കിൽ അതിനെന്താ പറയാ? അതിന്റെ ഒന്നിനുള്ള വില എന്നുള്ളതിന് എന്താ പറയാ? എങ്ങനെ വില എത്ര? അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വേറെ വാക്കുണ്ടല്ലോ, അതാണ് ചോദിച്ചത്. അതെന്താണ്? റേറ്റ് എത്രയാണ്? ഇപ്പൊ തരുന്ന റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ വില എന്നല്ലേ റേറ്റ്. അത് എന്തും ആകാം, 1 കിലോഗ്രാം ആകാം, 1 ഗ്രാം ആകാം, 1 പവനാകാം, എന്തും ആകാം. അപ്പൊ ഇവിടെ നോക്കോ, പവറിന്റെ ഡെഫിനിഷൻ നോക്ക്. പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ അല്ലെങ്കിൽ എന്താ, വർക്ക് ഡൺ ബൈ ദ ബോഡി ഇൻ 1 സെക്കൻഡ്. അപ്പൊ വാട്ട് ഈസ് പവർ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? ഒന്നുകിൽ വർക്ക് ഡൺ ബൈ എ ബോഡി ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, പവർ ഈസ് ഡിഫൈൻഡ് ആസ് എ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പൊ പവർ എന്താന്ന് തിരിഞ്ഞല്ലോ. ഇനി എന്താ പവറിന്റെ ഇക്വേഷൻ? പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. ഇനി അടുത്തത് ഇതിന്റെ യൂണിറ്റ് എന്താ നോക്കണം. യൂണിറ്റ് എന്താ? വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. ടൈമിന്റെ യൂണിറ്റോ? അപ്പൊ പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? ജൂൾ പെർ സെക്കൻഡ്. അപ്പൊ ഈ ജൂൾ പെർ സെക്കൻഡിന് പറയുന്ന പേരാണെന്ത്? വാട്ട്. അപ്പൊ ഈ വാട്ട് പറയുമ്പോ ഈ ഡബ്ല്യു എന്ത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഈ ഡബ്ല്യു എന്ത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു കേട്ടോ. ഡബ്ല്യു വാട്ട്. ഇവിടെ വാട്ട് എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. ഇനി അപ്പൊ ഒരു ജൂൾ പെർ സെക്കൻഡിന് പറയുന്ന പേരാണെന്ത്? വാട്ട്. 1 ജൂൾ പെർ സെക്കൻഡ് പറഞ്ഞ പേരാണെന്ത്? 1 വാട്ട്. ഈ വാട്ട് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? വാട്ട് എവിടെയാ കേട്ടത്? എവിടെയാ? എവിടാ കേട്ടില്ല? എന്തില്? കറണ്ടില് ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞ പോലെ നമ്മളൊരു മെഷീൻ, ഒരു മോട്ടോർ വാങ്ങിക്കുന്നതാണെങ്കിൽ ആ മോട്ടറിന്റെ എന്ത് നമ്മൾ പറയാ, അതിന്റെ എനർജി എത്ര, വർക്ക് എത്ര എന്നാ ചോദിക്കുക. എന്താ ചോദിക്കുക? അതിന്റെ
എത്ര വാട്ട്? അതിൽ എത്ര വാട്ട് ഉണ്ട്, അല്ലെ? അതിൽ എത്ര വാട്ട് ഉണ്ട്, അല്ലെ? അതിനേക്കാൾ നമ്മൾ ബൾബ് കത്തിച്ചാൽ നമുക്ക് ചൂട് കിട്ടും, അയൺ ബോക്സ് കത്തിച്ചാൽ നമുക്ക് ചൂട് കിട്ടും. ഏതിനാ കൂടുതൽ ചൂടുണ്ടാവുക? അയൺ ബോക്സ്. അപ്പൊ അയൺ ബോക്സ് കത്തിച്ചു കഴിഞ്ഞാലും ബൾബ് കത്തിച്ചു കഴിഞ്ഞാലും വീട്ടിലുണ്ടാകുന്ന ഒരു എനർജി മീറ്റർ ഇല്ലേ, ആ മീറ്ററിന്റെ അകത്ത് റീഡിങ് നോക്കിയിട്ട് ഒരുപോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക? ഏതിനാ കൂടുതൽ? അയൺ ബോക്സിന്. അയൺ ബോക്സിന് പവർ കൂടുതലാണ് കേട്ടോ. അപ്പൊ കൂടാൻ കാരണം എന്താ? വാട്ട്, അല്ലെ? അപ്പൊ എന്താ? വാട്ടാണ് ഇവിടെ പറയാ. അപ്പം വാട്ട്. അപ്പൊ എന്താ കിട്ടി നമുക്ക്? പവറിന്റെ ഡെഫിനിഷൻ കിട്ടി, പവറിന്റെ യൂണിറ്റ് കിട്ടി, ഇനി പവറിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി പവർ എന്ത് ക്വാണ്ടിറ്റിയാ? ഇനി ഒരു കാര്യം എന്താ വേണ്ടത്? ഡയമെൻഷണൽ ഫോർമുല ചോദിക്കണം. അപ്പൊ വാട്ട് ഈസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് പവർ? ഇക്വേഷൻ എഴുതണം. പവറിന്റെ ഡയമെൻഷൻ എന്താ? പവറിന്റെ ഇക്വേഷൻ എന്താ? അപ്പൊ ഇതേവരെ നിങ്ങൾ ഇതിന് മനസ്സിലാതെ ഇവിടെ എഴുതണം. ഞാൻ പറയുന്ന കാര്യം അവിടെ എഴുതണം അല്ലേ? പവറിന്റെ ഇക്വേഷൻ എന്താ? P is equal to W/T. വർക്കിന്റെ ഡയമെൻഷൻ എന്താ? വർക്കിന്റെ ഡയമെൻഷൻ അറിയില്ലെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്കിന്റെ ഇക്വേഷൻ എന്താ? W is equal to Fs. W is equal to Fs. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? MLT - 2. S ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താ? അല്ലേ? അപ്പൊ ml² / T raised to -2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒരു ടൈം ഉണ്ട്. അപ്പൊ താഴെ ഒരു ടി വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ml² T raised to -2 / 2 എന്ന് വന്നു. സോറി, T raised to 1 എന്ന് വന്നു. ഈ T raised to 1 മേലോട്ട് വന്നായിരിക്കും -1 ആകും. മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ? ഒന്നുകൂടി പറയണോ? അപ്പൊ എന്നാ പറയാം. P is equal to W/T. പവറിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? നെക്സ്റ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിച്ചോളെ. ഡയമെൻഷൻ ഓഫ് P എന്താ വായിക്കും? ഇത് ഡയമെൻഷൻ ഓഫ് P is equal to ഡയമെൻഷൻ ഓഫ് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. നിങ്ങൾ എഴുതിച്ചോളെ ഡയമെൻഷൻ. ഇനി വർക്കിന്റെ ഡയമെൻഷൻ എന്താ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Fs. അല്ലെ? ഇങ്ങനെ എല്ലാ സ്റ്റെപ്പും നിങ്ങൾ എഴുതുക. ഉദാഹരണം ബൈ ഹാർട്ട് പഠിക്കരുത്. Fs/T. Fs/T. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ ഡയമെൻഷൻ ഒന്നും കൂടി എഴുതാം. അപ്പൊ P is equal to ഡയമെൻഷൻ ഓഫ് P is equal to ഡയമെൻഷൻ ഓഫ് P is equal to ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? എന്തായിരുന്നു? MLT raised to -2 അല്ലേ? അപ്പോ ഫോഴ്സിന്റെ ഡയമെൻഷൻ കിട്ടി. ഇനി ആരാ ഇവിടെ എസ്? എസ് എന്താ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താ അറിയാ? ലെങ്ത് ആണത്, L അല്ലേ? അപ്പൊ ഇനി എന്തൊക്കെ എഴുതി? എഫിന്റെ ഒരു എസ്. ഇനി ബാക്കി ടി. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം അല്ലേ? ടൈം ഏതാണ്? ഇത് തന്നെ. ടൈം ഏതാണ്? ടി. ഇനി നോക്കോ, ഈ താഴെയുള്ള ടി എങ്ങോട്ടേക്ക് പോകും? മേലോട്ട് പോകും. താഴെ ടി എങ്ങോട്ടേക്ക് പോകും? മേലോട്ട് പോകും. അപ്പൊ ഈ താഴെയുള്ള ടി മേലോട്ടേക്ക് പോകുമ്പോൾ ചെറിയൊരു മാറ്റം വരും. ഇവിടെ നോക്കോ, ഇവിടെ L × L എന്താ? L². റെഡിയായോ? ഇനി ബാക്കി ഇവിടെ എന്താ? T raised to -2. ഇവിടെ ഇല്ലേ? ഇനി ഇവിടെ ഉള്ള ഈ T raised to 1 എന്നല്ലേ, ഇത് മേലോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും? -1. അപ്പൊ ഇവിടെ T raised to 1 എന്നുള്ളത് ഇത് മേലോട്ട് -1 എന്നാകും. അപ്പൊ ഇൻറ്റു ML T raised to എന്ത് വരുവാ? -2. പിന്നെ ഇന്നല്ലേ ഈ L × L എന്തായി മാറി? L². ഇനി ഈ T മേലോട്ടേക്ക് എന്തായി മാറും? T raised to -1. അപ്പൊ ഇത് കൂട്ടി എന്ത് വരുവാ? ഇവിടെ T raised to -2 ഉണ്ട്, -1 ഉണ്ട്. അപ്പൊ കൂട്ടി എന്ത് വന്നു? ഇവിടെ ML² ആദ്യം ഉള്ളതിന് T raised -2 -1 കൂട്ടി എത്രയാ?
നെഗറ്റീവ് -3. -3. ഇതാണ് ഏതിൻ്റെ ഡയമെൻഷൻ? പവറിൻ്റെ ഡയമെൻഷൻ. മനസ്സിലായോ ഇല്ലയോ മക്കളെ? നിങ്ങളത് ഇതോ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ എഴുതി വെച്ചോ. ഈ ചെക്ക് യഥാർത്ഥത്തിൽ ഡയമെൻഷൻ ഓഫ് പി എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ഇല്ലെങ്കിൽ ഇത് എങ്ങനെ എഴുതി എന്നുള്ളത് കിട്ടിയെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ പി സിക്കൽ ഡബ്ല്യു ബൈ ടി, പി സിക്കൽ ടു പി ഇക്വേഷൻ എന്താ? പി സിക്കൽ ടു എന്നുള്ളത് ഇതെന്താ വായിക്കുക? പി സി ഡബ്ല്യു ഇതെന്താ വായിക്കുക? ഡയമെൻഷൻ ഓഫ് പി സിക്കൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ബൈ ടി. ഡബ്ല്യുവിന്റെ വർക്കിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല. ഡയറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇങ്ങനെ എഴുതട്ടോ, -2 എഴുതട്ടോ അറിയാമെങ്കിൽ. അറിയില്ലെങ്കിൽ അവൻ്റെ വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സിൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? MLT⁻². എസ് ഏതാ? ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് ആണത്, അപ്പോൾ L. ഡിവൈഡ് ബൈ ടി ടൈമാണ്, ഡിവൈഡ് ബൈ ടി. അപ്പോൾ L × L എന്താ? L². അപ്പോൾ ML²T⁻². ഇനി ഈ ഡിവൈഡ് ബൈ ടി മേലോട്ടേക്ക് വരും T⁻². അപ്പോൾ ML²T⁻², -1 കൂട്ടി -3. അപ്പോൾ ഇതാണ് ഏതിന്റെ ഡയമെൻഷൻ? ദിസ് ദ ഡയമെൻഷൻ ഓഫ് പവർ. ചോദിക്കും പവറിന്റെ ഏതൊക്കെ ക്വാണ്ടിറ്റി പഠിച്ചു? പവർ എന്താണ്? പവറിന്റെ ഡെഫിനിഷൻ. പവറിന്റെ ഡെഫിനിഷൻ എന്താ പറ? പവർ ഇസ് ദ ഒന്നും പഠിക്കണ്ട. പവർ എന്ന് പറയാൻ ഞാൻ എനിക്ക് നല്ല പവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ജോലി ചെയ്യും, കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യും. അത് തന്നെയാണ് പവർ അല്ലെ? അതാണ് കിണറ്റിലെ ഒരു വീട്ടിലെ കിണറ്റിലെ മോട്ടർ ഒരെന്താ 1000 ലിറ്ററിന്റെ ടാങ്കിൽ നിറയാൻ എന്താണത് 10 മിനിറ്റ് എടുക്കുന്നത്. അതേസമയം അപ്പുറത്തെ വീട്ടിലെ കിണറ് 1000 ലിറ്റർ ടാങ്ക് നിറയാൻ 4 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ആ കിണറ്റിലെ മോട്ടറിൽ നമ്മളെ വ്യത്യാസം എന്താ? മോട്ടറിന് എന്താ കൂടുതൽ? പവർ കൂടുമ്പോ കുറഞ്ഞ സമയം വേണ്ടു. പവർ എന്താണത്? കുറഞ്ഞ സമയം കൊണ്ട്. അപ്പൊ പവർ കൂടുതലാണ് അല്ലെ? ഇനി അല്ലെങ്കിൽ എന്താ? കൂടുതൽ വർക്ക് ചെയ്യുന്നതിന് പവർ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ എന്താ? പി സിക്കൽ ഡബ്ല്യു ബൈ ടി. അപ്പൊ പവറിന്റെ ഇക്വേഷൻ കിട്ടി. പവറിന്റെ ഇക്വേഷൻ എന്താ? പി സിക്കൽ ടു ഡബ്ല്യു ബൈ ടി. ഇനി പവർ എന്ത് ക്വാണ്ടിറ്റിയാ? ഇനി പവറിന്റെ യൂണിറ്റ് എന്താ? ജൂൾ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് എങ്കിലും അതിന് പറയുന്ന പേരെന്താ? വാട്ട്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? വാട്ട്. ഇനി ഒരു വാട്ട് എന്താ? ഒരു ജൂൾ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യാ? ഒരു പ്രോബ്ലം തരും. ആ പ്രോബ്ലം ഇപ്പൊ എഴുതി വെച്ചോ. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ അയച്ചു തരണം. പ്രോബ്ലം എഴുതി വെച്ചോണേ. എടുത്തോ? If a machine doing a work of machine doing a work of sorry 400 joule in 20 second calculate its power. 20 second calculate its power. ആൻസർ കിട്ടിയാൽ ഇപ്പൊ ഒന്നും പറയണ്ട, അതവിടെ തന്നെ വെച്ചട്ടോ. ഞാൻ പറയുമ്പോൾ അറിയിച്ചാൽ മതി. യെസ്. ഇനി അടുത്തത് പവറിന്റെ ചെറിയ പവർ എന്നുള്ളത് വളരെ വലുതായിട്ട് അല്ലെ? സാധാരണ നിങ്ങൾ സ്കെയില് ലെങ്ത് അളക്കുന്നതാണെങ്കിൽ എന്തിൽ അളക്കുക? ഒരു ചോക്കിന്റെ ലെങ്ത് അളക്കുന്ന എന്തിൽ അളക്കുക? സെന്റിമീറ്ററിൽ. അതേ നിങ്ങൾ ഒരു മേശയുടെ നീളം എന്തിൽ അളക്കുക? മീറ്ററിൽ. എന്നാ റോഡിന്റെ നീളം അളക്കാൻ പറഞ്ഞാലോ? കിലോമീറ്റർ. അതുപോലെ തന്നെ വാട്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും വളരെ ചെറിയ യൂണിറ്റ് ആണ്. അത് വളരെ വലുതാക്കി നമ്മൾ അളക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്തിൽ അളക്കുക? കിലോ വാട്ട്. അപ്പൊ ഒരു കിലോ വാട്ട് എത്ര വാട്ടാന്ന് ചോദിക്കും. കിലോ വാട്ട് എത്ര വാട്ടാ? 1 kilowatt is equal to 10 kilogram. ഒരു കിലോഗ്രാം തന്നെ എത്ര ഗ്രാമാ? 10 kilowatt. ഒരു കിലോഗ്രാം തന്നെ എത്ര ഗ്രാമാ? 1000 ഗ്രാം. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാ? 1000 10 ഒന്ന് കഴിഞ്ഞിട്ട് 3 0 1 കഴിഞ്ഞിട്ട് 3 0 എത്രയായിരിക്കും? 1000 ആയിരിക്കും. ഇനി വേറൊരു പവറാണിത്, കണ്ടിട്ടുണ്ടോ? മെഷീന്റെ പവർ പറയുമ്പോ നമ്മള് എന്തിലാ പറയാ? HP യിലാ പറയാ. എന്താ പറയാ?
HP അല്ലേ? HP എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ് പവർ അല്ലേ? സാറിന് മോട്ടോർ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചോ കിണറ്റിലുണ്ടാകുന്ന മോട്ടറും അല്ലെങ്കിൽ എന്താ ഉള്ളത് ഗ്രൈൻഡറിന്റെ ഒക്കെ പറയാം പവർ പറയാ എന്തിലാ പറയാ? വാട്ടിലല്ല പറയാ, എന്തിലാ പറയാ? HP 1 HP, ഹാഫ് HP എന്നൊക്കെയാ പറയാ. അപ്പൊ ആ HP എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? ഹോസ് പവർ. ഹോസ് എന്ന് പറഞ്ഞാൽ ഹോസ് എന്ന് പറഞ്ഞാൽ എന്താ? കുതിര. പണ്ടൊക്കെ ഉണ്ടായിരുന്ന അളവ് ഒരു പവർ പറഞ്ഞു തരാണ്. കുതിരന്റെ ശക്തിയിലാണ്, കുതിരശക്തി. ഇനി ഒരു കുതിരശക്തി എത്ര വാട്ടാണ് ചോദിക്കും? 1 ഹൗസ് പവർ ഈസ് ഈക്വൽ ടു എത്ര വാട്ട്സാ? 746 വാട്ട്സ് ചോദിക്കും. പഠിച്ചോളെ 1 HP അല്ലേ? ഇനി നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മള് മോട്ടോറിന്റെ കേസിലൊക്കെ എന്താ പറയാ? HP പവർ അല്ലേ? ഇനി അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വേറൊന്നുണ്ട്, എഫിഷ്യൻസി. അപ്പൊ ചോദിക്കുന്നത് അടുത്ത് പഠിക്കണം എഫിഷ്യൻസി എന്താ? എന്താ എഫിഷ്യൻസി? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ? എഫിഷ്യൻസി കേട്ടിട്ടില്ല? വേഗം പറ. കഴിവ്. അപ്പൊ എബിലിറ്റി അല്ലേ? നിങ്ങൾ വീട്ടില് പശുവിനെ വളർത്തുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇല്ല. ആ എന്നാ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, എന്നാലും ഉള്ളവരും ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കോ. ഒരു വീട്ടില് ഒരു പശുവുണ്ട്, അപ്പുറത്തെ വീട്ടിലൂടെ പശുവുണ്ട്. നിങ്ങളോ L എന്ന് പറയുന്ന വീട്ടിലെ ഒരാൾ പശുവുണ്ട്, M എന്ന് പറയുന്ന വീട്ടിലെ ഒരാൾ പശുവുണ്ട്. L എന്ന് പറയുന്ന വീട്ടിലുള്ള പശുവിന് ഇതിൻ്റെ ഒരു സാധാരണ സ്ഥിതിയിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇതിൻ്റെ 10 ലിറ്റർ പാൽ കിട്ടുന്നുണ്ട്. അതേസമയം M എന്ന വീട്ടിലെ കുട്ടിക്ക് സാധാരണ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തപ്പോൾ അതിനൊരു 6 ലിറ്റർ പാലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഏത് പശുവാണ് നല്ലത്? എല്ലിൻ്റെ വീട്ടിലുള്ളതോ എമ്മിൻ്റെ വീട്ടിലുള്ളതോ? എന്താ കാരണം? അതിന് കൂടുതൽ പാല് കിട്ടുന്നുണ്ട്. അപ്പൊ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 പശുക്കളില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പശു ഏതാ? എല്ല്. കാരണം എന്താ? എല്ലിന്റെ അകത്ത് എന്ത് കിട്ടുന്നുണ്ട്? നേരെ തിരിച്ചു നോക്ക്. വേറെ 2 പശുക്കള്, ഒന്നിന് എന്തിന് സാധാരണ കൊടുക്കുന്ന അത്ര തീറ്റ കൊടുത്തപ്പോ എന്ത് കിട്ടി? 10 ലിറ്റർ പാല് കിട്ടി. എന്നാൽ വേറൊരു പശുവിന് സാധാരണ കൊടുക്കുന്നതിനേക്കാളൊക്കെ കുറച്ച് ഭക്ഷണങ്ങളെ കൊടുത്തിട്ടുള്ളൂ, അപ്പോഴും കിട്ടി 10 ലിറ്റർ പാല് തന്നെ. അപ്പൊ അതിലേതാ നല്ലത്? രണ്ടാമത്തെ. എന്താ കാരണം? രണ്ടാമത്തേന് കുറച്ച് ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ കുറച്ച് കൊടുത്തപ്പോ കൂടുതൽ കിട്ടുന്ന ഒന്ന് സാധനം. മറ്റേതാണെങ്കിലോ അപ്പൊ കുറച്ച് കൊടുത്ത് കൂടുതൽ കിട്ടുന്ന സാധനല്ലേ നല്ലത്? ആണോ അല്ലയോ? ഓക്കെ. ഇനി രണ്ടാൾക്കും ഒരേപോലെ കൊടുത്തപ്പോ കൂടുതൽ കിട്ടുന്നതല്ലേ നല്ലത്? അപ്പൊ കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ട്, കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട്. അപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തിന് പറഞ്ഞ പേരാണിത് എഫിഷ്യൻസി. എന്താ പറയാ? എഫിഷ്യൻസി. അപ്പൊ എഫിഷ്യൻസി കൂടണമെങ്കിൽ എന്താ കൂടേണ്ടത്? എഫിഷ്യൻസി കൂടെ എന്താ കൂടേണ്ടത്? എന്താ പറ? എന്ത് കൂടണം? എന്താ? ഔട്ട്പുട്ട് കൂടണം. ഇനി അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. എന്നാൽ ഇൻപുട്ട് കുറഞ്ഞതേ വേണ്ടു, അങ്ങനെയാണെങ്കിലും എന്ത് കൂടുതലായിരിക്കും? എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിയുടെ ബന്ധം എങ്ങനെയാ? എഫിഷ്യൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഔട്ട്പുട്ട് പവർ, എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് പവർ അല്ലേ? അപ്പൊ ഇതാണ് ഒരു മെഷീന്റെ കേസിലുള്ള എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ.
അപ്പൊ ഈ സാധനം കണ്ടിട്ടുണ്ടോ? എഫിഷ്യൻസിന്റെ ഒരു സിമ്പിളാണിത്. ഇതെന്താ സാധനം അറിയാം? ഈ സിമ്പിൾ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഈറ്റ സാധനം നിങ്ങൾ എവിടെയെങ്കിലും സ്കൂളിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ മാതിരി സാധനങ്ങൾ എവിടെയും കണ്ടിട്ടില്ല അല്ലേ? ഈറ്റ സാധനം, ഈറ്റ നിങ്ങൾ പറയൂലേ? പറയില്ല. ഇത് ഈറ്റയാണ് കേട്ടോ. ഇതെന്താ പറയാ? ഈറ്റ. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. എന്നാൽ ഇനി അടുത്തത്, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എഫിഷ്യൻസി കൂട്ടണോ കൂട്ടണ്ടയോ? കൂട്ടണം. അപ്പൊ ഏതിൽ എഫിഷ്യൻസി ഒക്കെ ഉണ്ട്? നിങ്ങൾക്ക് ഏതിലൊക്കെ എഫിഷ്യൻസി ഉണ്ട്? ഏതിലൊക്കെ എഫിഷ്യൻസി ഉണ്ട്? പറ. എല്ലാ കാര്യത്തിലും എഫിഷ്യൻസി ഉണ്ട്. ജോലി ചെയ്യുന്ന കാര്യത്തിലുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ ഓരോരുത്തർ എഫിഷ്യൻസി നോക്കിയിട്ട് എനിക്ക് മാർക്ക് ഞങ്ങൾക്ക് തരുക, സി മാർക്ക് തരുക. നിങ്ങൾ എഫിഷ്യൻസി നോക്കിയിട്ടാണ് മാർക്ക് തരിക. അപ്പൊ നിങ്ങൾക്ക് എഫിഷ്യൻസി കൂടണമെങ്കിൽ എന്താ വേണ്ടത്? ഇനി പറ. എങ്ങനെ കൂടുക? പഠിക്കണം. അപ്പൊ എല്ലാവരും പഠിച്ചാൽ എല്ലാവർക്കും എഫിഷ്യൻസി ഒരുപോലെയാണോ? അപ്പൊ നിങ്ങളിൽ ആരാണ് കൂടുതൽ എഫിഷ്യൻറ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് പറ. ക്വസ്റ്റ്യൻ ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ ക്വസ്റ്റ്യൻ ഇൻപുട്ട്, ഉത്തരം കിട്ടണം ഔട്ട്പുട്ട്. അപ്പൊ ആർക്കാ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക? എല്ലാരോടും ചോദ്യം ചോദിച്ചു, എല്ലാവരും ഉത്തരം പറഞ്ഞു. അപ്പൊ ആരാ എഫിഷ്യൻസി നിനക്ക് തിരിയോ? അപ്പൊ നിങ്ങൾ എഫിഷ്യൻസി കൂട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എഫിഷ്യൻസി കൂട്ടെങ്കിൽ എന്ത് ചെയ്യണം? പറ. എന്താ ചെയ്യേണ്ടത്? പഠിക്കണം എന്ന് മാത്രമാണോ? പഠിച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ഔട്ട്പുട്ട് കൂടണം അല്ലെ? എന്താ ഔട്ട്പുട്ട്? നിങ്ങൾ ഔട്ട്പുട്ട് എന്താ? സ്കൂൾ വന്നതിന്റെ ഔട്ട്പുട്ട് എന്താ? പരീക്ഷയില് നല്ല കൂടുതൽ, വളരെ കൂടുതൽ മാർക്ക് കിട്ടണം അല്ലെ? അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് എന്നാണ്. പക്ഷെ നിങ്ങൾ എന്താ പറയാ? ഞാൻ പഠിക്കാത്ത എന്തുകൊണ്ടാന്നാ പറയാ നിങ്ങള്? നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ട് ആരായിരുന്നു ഉണ്ടാവുക? നിങ്ങളെടുത്ത് ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷെ ഇൻപുട്ട് എന്താ ഉള്ളത്? പഠിത്തത്തിന്റെ കേസിൽ ഇൻപുട്ട് ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ നല്ല എഫിഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇവിടുന്ന് കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വരണം. അപ്പൊ നിങ്ങൾക്ക് എഫിഷ്യൻസ് ആകും. അപ്പൊ നിങ്ങൾ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫിസിക്സും ജനറലുമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ എഫിഷ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കൂടുതൽ കാര്യം പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് നേടണം. അപ്പൊ ഇവിടുന്ന് കുറച്ച് പഠിപ്പിച്ചു തന്നാൽ നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണം. അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ പ്രോബ്ലംസ് ഒക്കെ ചെയ്യിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്റെ ബുക്കിലോ ടെക്സ്റ്റിലോ പ്രോബ്ലംസ് നിങ്ങൾ നോക്കി ചെയ്യണം. അപ്പൊ എന്താ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കൂടും? ഔട്ട്പുട്ട് കൂടും. എന്താ ഉണ്ടാവുക? ഔട്ട്പുട്ട് കൂടും. എന്ത്? പക്ഷേ ഇൻപുട്ട് കുറവാണ്. അപ്പൊ ഇതാണ് എന്ത്? എഫിഷ്യൻസി. അപ്പൊ വാട്ട് ഈസ് എഫിഷ്യൻസി എന്ന് ചോദിക്കും. എഫിഷ്യൻസിന്റെ ഡെഫിനിഷൻ എന്താ? എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ. അപ്പൊ അല്ലേ ഈ ബൈ എന്നുള്ളത് ഉദാഹരണത്തിന് ഞാൻ പറയാ, ഇതില് A is equal to B by C. ഇതൊരു ഇക്വേഷൻ സങ്കല്പിച്ചോ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ബി എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, സി എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. റെഡി അല്ലേ? എ വെലോസിറ്റി, ബി എന്താ? ഡിസ്പ്ലേസ്മെന്റ്, സി എന്താണ്? ടൈം. അപ്പൊ വാട്ട് ഈസ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ വെലോസിറ്റിക്ക് പറഞ്ഞ ഏറ്റവും എളുപ്പമുള്ള ഡെഫിനിഷൻ ഉണ്ട്. വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു ടൈം. പറഞ്ഞിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ബി ടു സി എന്ന് പറയാം. അതേപോലെ എഫിഷ്യൻസി
ഈറ്റ ഈസ് ഈക്വൽ ടു എന്താണത് ഔട്ട്പുട്ട് പവർ പി ഔട്ട്പുട്ട് എന്താണത് പി ഔട്ട്പുട്ട് എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു പി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പി ഇൻപുട്ട് വരുന്നില്ലല്ലേ പി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പി ഇൻപുട്ട് ഇങ്ങനെ പറയാം പി ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിനെ ഡിഫൈൻ ചെയ്താണ്. എഫിഷ്യൻസി ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പവർ ഔട്ട്പുട്ട് ടു പവർ ഇൻപുട്ട്. ഇതാണ് ഇത് ഡെഫിനിഷൻ. അപ്പം എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ. ഇനി അടുത്ത് എഫിഷ്യൻസി ഇക്വേഷൻ പി ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇല്ലെങ്കിൽ പി ഔട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇനി സ്വാഭാവികമായിട്ട് നോക്കിക്കോ, രണ്ടും ഒന്ന് തന്നെയാണ്, കൊടുക്കുന്ന കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്തായിരിക്കും? ഇതും 10 ഇതും 10. അപ്പൊ എഫിഷ്യൻസി എത്രയായിരിക്കും? 10. എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും സാധനത്തിന് കൊടുത്ത മുഴുവൻ തിരിച്ചു കിട്ടുമോ? അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പൊ നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ അല്ലെ നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു, ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? അത് മുഴുവനും പുറത്തേക്ക് തന്നെ വരുവോ? ഇല്ല, കുറച്ച് എന്ത് നമ്മൾ അബ്സോർബ് ചെയ്തൂല്ലേ? ആണോ ഇല്ലയോ? പിന്നെ ഇതിന് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? ഒരുപോലെ ആണെങ്കിൽ എന്താവും? ഇത് 10 ഇതും 10 ആണെങ്കിൽ ഒന്നായിരിക്കും. പക്ഷെ ഇവിടെ കൊടുത്ത എത്രയാ? 10. കിട്ടിയ എത്രയാ? 6. അപ്പോ 6/10 തന്നെ ഒന്നിനേക്കാൾ കൂടുതൽ ഒന്നിനേക്കാൾ കുറവോ? ഒന്നിനേക്കാൾ കുറവ്. അതാ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, എഫിഷ്യൻസി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. എഫിഷ്യൻസി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഇനി അത് അഥവാ ചിലപ്പെങ്ങാനെങ്കിലും അങ്ങനെ ഒന്നാകുന്നുണ്ടെങ്കിൽ, മാക്സിമം ഉണ്ടെങ്കിൽ ഒന്നാകും ചിലപ്പോ. അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം വാല്യൂ എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. ആ 1നെ പറഞ്ഞ പേരാണിത് 100%. എന്താ പറയാ? 100%. പരീക്ഷ എഴുതിയ ആളും പാസ്സായ ആളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ എന്തുണ്ടെന്ന് പറയാ? 100. അപ്പൊ തിരിഞ്ഞ എന്താണുള്ളത്? അപ്പൊ മാക്സിമം വാല്യൂ ഓഫ് എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. എഫിഷ്യൻസി ലെസ് ദാൻ 1 അതാണ് കാര്യം. ഇനി പവറിന് വേറൊരു ഇക്വേഷൻ നോക്കണം അല്ലെ? പവറിന്റെ ഇക്വേഷൻ എന്താ? P is equal to W/T. ഡബ്ല്യൂന്റെ ഇക്വേഷൻ എന്താ? ഈ ഇക്വേഷൻ മാറ്റി എഴുതി കൂടെ ഇങ്ങനെ P is equal to Fs/T. S/T എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ടൈം എന്ന് പറഞ്ഞ പേരെന്താ? വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ P is equal to F into V. P is equal to F into. അപ്പൊ വേറെ ഇക്വേഷൻ. അപ്പൊ പവർ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. അപ്പൊ പവറിന് നേരത്തെ പറഞ്ഞ ആവശ്യം കൂടെ ഇതും കൂടി പറയാം കേട്ടോ. പവർ ഇസ് ദ ഫോഴ്സ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഇതാണ് അടുത്ത ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, ആ ഡീറ്റെയിൽ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിലേക്ക് പോയി ഇനി അടുത്തത് ഈ കാര്യം കൊളിഷൻ എന്താണ്, ഇലാസ്റ്റിക് കൊളിഷൻ ഞാൻ അടുത്ത ഒരു നോട്ട് എന്താ ഇട്ടൊരു പരീക്ഷയ്ക്കേക്ക് കൊളിഷനും കൂടി പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോളുക. ഈ നോട്ട് നിങ്ങൾ എഴുതണം, ഇതിന്റെ നോട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? അറ്റൻഡൻസ് പറയണേ.